സഭകൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ സ്ത്രീ ശാക്തീകരണത്തെ ത്വരിതപ്പെടുത്തുന്നവയാണ്. ഈ കുടുംബശ്രീ ചേച്ചിമാരുടെ ഒരു കൈപ്പുണ്യം, നല്ല സോഫ്റ്റ് ഇഡ്ഡലി. ചേച്ചി എനിക്കൊരു ചായ, ലൈറ്റ് മതിയേ. ചേച്ചിമാർ ഉച്ചയൂണ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് ഇവിടെ. ചേച്ചി നിങ്ങൾ എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങൾ 3 പേര്. ഇത് കൂട്ടുകറിക്കല്ലേ? അപ്പൊ ചതുര കഷ്ണമായിട്ട് അരിഞ്ഞാൽ മതിയല്ലോ. ഇതിലിടാം അല്ലേ? കാലത്തിനൊത്ത മാറ്റവും അതിന്റെ സാധ്യതകളെയും സ്വയം തിരിച്ചറിഞ്ഞ് മുന്നേറുന്ന സ്ത്രീകളെയാണ് ഇവിടെ കാണാൻ കഴിയുക. കുടുംബശ്രീയുടെ എത്രയുണ്ട് ചേച്ചി ഇവിടെ? 119. നമ്മൾ ഏത് യൂണിറ്റിക്കാ പോകുന്നത്? നമ്മളിപ്പോൾ ലക്ഷ്മി യൂണിറ്റിലേക്ക് പോകും. കുടുംബശ്രീ ലക്ഷ്മി. അതെ. ഇവരെന്താ ചെയ്യുന്നത് ചേച്ചി? ഒരു പച്ചക്കറി കച്ചവടം. ചേച്ചി പച്ചക്കറി കച്ചവടമല്ലേ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ അല്ലേ ലക്ഷ്മി കുടുംബശ്രീ? നിങ്ങൾ എത്ര പേരുണ്ട് അതില്? 13. ഇപ്പൊ ഈ പച്ചക്കറി എവിടെന്നാ എടുക്കുക? നിലാമുറി കടയുണ്ടോ കൊണ്ടുവച്ച് വിൽക്കാൻ? അല്ല, ഞങ്ങൾ വിൽക്കണം. എവിടെ? പൊതു സ്ഥലത്ത് വിൽക്കണം. ചന്തയിട്ട് ആഴ്ചയിൽ ചന്തയിട്ട് ബാക്കി കിട്ടുന്ന കാശ് ഞങ്ങൾ ബാങ്കിൽ കൊണ്ട് അടയ്ക്കും. വളരെ കൃത്യതയോടെയും ലക്ഷ്യബോധത്തോടെയുമുള്ള കുടുംബശ്രീ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളാകാം കോട്ടായി പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ വളർച്ചയ്ക്ക് നിദാനം. 2002 50 യൂണിറ്റുകളോടെ ആരംഭിച്ച കുടുംബശ്രീ ഇപ്പോൾ ആകെ 120 പരം യൂണിറ്റുകളായി വളർന്നു കഴിഞ്ഞു. 171 ഏക്കർ വരുന്ന നെൽകൃഷി, കിഴങ്ങ്, പച്ചക്കറി കൃഷികൾ, പക്ഷി വളർത്തൽ യൂണിറ്റുകൾ എന്നിവ സ്ത്രീകൾക്ക് മാത്രമല്ല സമൂഹത്തിനാകെ പുതിയ പ്രതീക്ഷകൾ നൽകുന്നവയാണ്. കുടുംബശ്രീ ജില്ലാ മിഷൻ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ സംയുക്തമായി പാലക്കാട് ജില്ലയിലാകെ കൊണ്ടാട്ടം യൂണിറ്റുകൾ ആരംഭിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതി പ്രകാരം സമഗ്ര കൊണ്ടാട്ടം യൂണിറ്റ് ആദ്യം ആരംഭിച്ചത് കോട്ടായി പഞ്ചായത്തിലാണ്. പഞ്ചായത്തിന്റെ സഹായത്തോടെയാണോ ഇത് തുടങ്ങിയത്? അതെ, പഞ്ചായത്തിന് സഹായം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജില്ലാ മിഷനിൽ നിന്ന് സഹായം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അഗ്രഹാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബശ്രീ യൂണിറ്റ് ആണ്. പലതരത്തിലുള്ള സാധനങ്ങളുടെ എന്തൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഞങ്ങളുടെ കുടുംബശ്രീയിൽ 17 ആൾക്കാരുണ്ട്. ഞങ്ങളുടെ കുടുംബശ്രീ ശ്രീവിദ്യാ കുടുംബശ്രീ എന്നാണ് പേര്. അതിൽ ഈ സാധനങ്ങൾ മുഴുവൻ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കണം. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിന് പുറത്തും വിദേശത്തും വിപണി കണ്ടെത്താൻ കഴിഞ്ഞു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കരകൗശല നിർമ്മാണ യൂണിറ്റ്. ചിരട്ട കൊണ്ട് ആകർഷണീയങ്ങളായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് പുറമെ മനോഹരങ്ങളായ ആഭരണങ്ങളും ഇവിടെ നിർമ്മിക്കുന്നു. ഇത്തരം മൈക്രോ സംരംഭങ്ങൾ വരുമാനദായകം എന്നതിനപ്പുറം സാമൂഹ്യ സാമ്പത്തിക ഘടനയെ തന്നെ മാറ്റിയെടുക്കുന്നതാണ്. കോട്ടായി പഞ്ചായത്തിന്റെ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തിയുള്ള പ്രവർത്തനങ്ങൾ ലക്ഷ്യബോധത്തോടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. കോട്ടായി പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ജൂറി മെമ്പേഴ്സിന് എന്താണ് ചോദിക്കാനുള്ളതെന്ന് നോക്കാം. എല്ലാ പ്രവർത്തനങ്ങളിലും വെച്ച് എന്തുകൊണ്ടാണ് കുടുംബശ്രീക്ക് ഊന്നൽ കൊടുക്കാൻ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? കുടുംബശ്രീക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കുകയും സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരണമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഞങ്ങൾ കുടുംബശ്രീയെ ഈ രൂപത്തിൽ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി റിയാലിറ്റി ഷോയിൽ കൊണ്ടുവന്നത്. അല്ല, ഈ ആശയം നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞ് വന്നതാണോ, അതോ വേറെ എന്തെങ്കിലും സന്ദർഭം കൊണ്ട് ഇങ്ങനെ കുടുംബശ്രീക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചെയ്യണമെന്നുള്ളത് ഞങ്ങൾ ഭരണസമിതി കൂട്ടായി എടുത്ത ശ്രമമാണ്? എങ്ങനെയാണ് ഈ കുടുംബശ്രീയിൽ അംഗങ്ങളെ ചേർക്കുന്നത് എന്നൊന്ന് പറയാമോ? കുടുംബശ്രീ അംഗങ്ങളെ ചേർക്കുന്നത് ഒരു പ്രദേശത്ത് ഇപ്പോൾ കുടുംബശ്രീക്കാർ ഞങ്ങൾ കുടുംബശ്രീ ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അവിടെ 10-20 പേരടങ്ങുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കി തുടർന്ന് അവർക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോവുകയാണ്. എത്ര കുടുംബങ്ങളാണ് ഇപ്പോൾ ഈ കുടുംബശ്രീയിൽ അംഗങ്ങളായിട്ടുള്ളത്? 1874 കുടുംബങ്ങൾ. ജനസംഖ്യ 21,000 ജനസംഖ്യയുണ്ട്. അപ്പോൾ 4, 4, 5, 20, 4000-ഓളം വീടുകളുണ്ട്. അപ്പോൾ അതിൽ 1800 ഉണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു 45% എന്ന് പറയുമ്പോൾ കോട്ടായി പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തുകളെ അപേക്ഷിച്ച് കുറേ കൂടി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് വേണം കണക്കാക്കാൻ. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ശതമാനം കുടുംബശ്രീ അംഗങ്ങളായിട്ട് വരില്ലല്ലോ. അങ്ങനെയുണ്ടോ? അത് വളരെ ദരിദ്രമായിട്ട് കഴിയുന്ന കുടുംബങ്ങൾ ധാരാളം ഉണ്ടോ ആ പഞ്ചായത്തിൽ എന്നുള്ളതാണ്.
വിവിധ കോളനികൾ ആസ്പദമാക്കിയിട്ട് തന്നെ ഒരുപാട് BPL കുടുംബങ്ങളുണ്ട്. അവരിലെ മിക്ക കുടുംബങ്ങളെയും ഇതിൽ അംഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുടുംബശ്രീയിൽ അംഗമാവാൻ യോഗ്യത അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ക്ലേശമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് നോക്കിയിട്ടാണ് അവരെ കുടുംബശ്രീയിൽ ഉൾപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ചുരുങ്ങിയ ക്ലേശ ഘടകങ്ങൾ 4 എങ്കിലും വേണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രയോജനമുണ്ടോ, അതോ കുറച്ച് പേർക്ക് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ ഈ മാതിരി കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ? ഉണ്ട്. 6 യൂണിറ്റോളം പശു വളർത്തൽ യൂണിറ്റ് ഉണ്ട്. അതിൽ 60 ഒരു യൂണിറ്റിൽ 10 പേരാണ്. അപ്പോൾ 60 കുടുംബങ്ങൾക്ക് അങ്ങനെയുള്ള യൂണിറ്റിൽ, പിന്നെ കൊണ്ടാട്ടം, ചിരട്ട, അങ്ങനെ ഓരോ യൂണിറ്റിലും 15 മുതൽ 20 വരെ അംഗങ്ങളെ ഇതിൽ അംഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അല്ലേ? ഇല്ല, മുഴുവൻ ആളുകളും. പിന്നെ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ കൃഷിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പം ഈ രംഗത്ത് ഇവർ വന്ന് ഇങ്ങനെ ഈ പല യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത് കൊണ്ട് ശരാശരി അതിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മാസം എന്ത് വരുമാനം ഉണ്ടാവും? ഈ കൊണ്ടാട്ടം യൂണിറ്റിന് തന്നെ 200 രൂപ അവർ മുടക്കുമുതൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം അവരുടെ പ്രാദേശിക സാധനങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഇരട്ടി 200 രൂപ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 200 രൂപ ലാഭം കിട്ടണം. അല്ല, അതുകൊണ്ടൊരു മാസം ഒരു 2000 രൂപ ഒരാൾക്ക് കിട്ടുമോ? ഉണ്ട്. അത്രയും കിട്ടും. ഒരു യൂണിറ്റിന് കിട്ടും. നീർത്തട വികസന പദ്ധതി അതുണ്ട്. അത് ഇപ്പോൾ ഏകദേശം 525 ഹെക്ടർ പടർന്നു കിടക്കുന്ന അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഇത്രയും വലിയൊരു പ്രദേശത്തെ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നീർത്തട വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പം NREGS അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ മുന്നേ അതിൽ തന്നിട്ടുള്ള ഹരിയാലി പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 19ഓളം കുളങ്ങൾ ഞങ്ങൾക്ക് മണ്ണ് ജല സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതുപോലെ തന്നെ തോടുകളിൽ ചെക്ക് ഡാമുകൾ കെട്ടാവാണ്. അപ്പോൾ അവിടെ വിഷ്വലിൽ കണ്ട ഒരു ചെക്ക് ഡാം ഹരിയാലി പദ്ധതിയിൽ ചെയ്തിട്ടുള്ളതാണ്. 19 കുളങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യ ആയുള്ളൂ. ഒരുപാട് കുളങ്ങളുള്ള അത് ഹരിയാലി പദ്ധതിയിൽ എടുത്തിട്ടുള്ളതാണ് നേരത്തെ. ഇപ്പം നീർത്തട പദ്ധതിയിൽ ഇപ്പം നമ്മൾ പ്രൊജക്റ്റ് തയ്യാറായി വരുന്നേ ഉള്ളൂ. അതും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങളെ വിദേശ വിപണി വരെ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു കേട്ടു. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് വിദേശ വിപണി ഇപ്പോൾ കിട്ടുന്നത്? കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ്. അത് നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? അവർ ഇൻ്റർനെറ്റ് വഴിയാണ്. ഇറ്റലി വരെ പോയി ബിസിനസ് ചെയ്യുന്ന യൂണിറ്റാണുള്ളത്. ആകെ ഒരു യൂണിറ്റാണ് വിദേശ വിപണി. അവർക്ക് ആ കുടുംബശ്രീ യൂണിറ്റിലെ സ്ത്രീകളുടെ വരുമാനം എത്ര വർദ്ധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രയുണ്ടെന്നുള്ളത് പറയാൻ പറ്റുമോ? അവർ ഒരു യൂണിറ്റിൽ 10 പേരാണ് ഇപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും ഒരു മാസം അവരുടെ എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 രൂപ വരെ നീക്കി വെക്കാനായിട്ട് പറ്റുന്നുണ്ട് ഒരാൾക്ക്. ഈ കൊണ്ടാട്ടവും അങ്ങനെ പരമ്പരാഗത സംഗതികളല്ലാതെ പുതിയ എന്തെങ്കിലും സംരംഭകത്വം ഇവർക്ക് നൽകാനായിട്ട് അവർക്ക് പരിശീലനം നൽകാൻ, അതിന് ടെക്നോളജി എവിടെ കിട്ടും, സഹായിക്കാൻ ആരുണ്ട്, അത്തരം അന്വേഷണങ്ങൾ പഞ്ചായത്ത് കുടുംബശ്രീക്ക് വേണ്ടി നടത്തുന്നുണ്ടോ? അത് കുടുംബശ്രീ ചെയ്യുമ്പോൾ അതിന് സഹായം നൽകുക എന്നത് മാത്രമാണോ? ഇപ്പോൾ നേരത്തെ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനങ്ങൾ പഞ്ചായത്തിന് പ്ലാൻ ഫണ്ട് വെച്ചുകൊണ്ട് പരിശീലനം കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ഈ കരകൗശലിൻ്റെയാണ് എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മളെ പഞ്ചായത്തിൽ നിന്ന് പ്ലാൻ ഫണ്ട് ഇപ്പോഴും വീണ്ടും പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഘട്ടത്തിലാണ് അവർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. അത് കൊടുത്തു വരുന്നുണ്ട്. ഇപ്പം സ്ത്രീകളുടേതായിട്ടുള്ള ഈ വസ്ത്രങ്ങളിലെ എംബ്രോയിഡറി ചെയ്യുന്നത് അതുൾപ്പെടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അവർക്ക് പരിശീലനം കൊടുക്കുകയുണ്ടായി. പഞ്ചായത്ത് നടപ്പാക്കുന്ന 2 കുടിവെള്ള പദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? മാത്രമല്ല ഈ ക്ലിപ്സിൽ നിങ്ങളുടെ പൊതുജലാശയങ്ങളൊക്കെ അപ്പിയറൻസിൽ വളരെ നല്ല ക്ലീനായിട്ട് കാണപ്പെട്ടു. എന്താണ് അതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ചെയ്യുന്നത്? സമഗ്ര കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞ് നിങ്ങൾ നടപ്പാക്കുന്ന പദ്ധതികളിൽ പഞ്ചായത്ത് ചെയ്യുന്ന ഊന്നലുകൾ എന്താണ്? അതുമായി ബന്ധപ്പെട്ട് പൊതുജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 2 കുടിവെള്ള പദ്ധതിയാണ്. ബാക്കിയുള്ളത് മിനി കുടിവെള്ള പദ്ധതിയാണ്. മിനി കുടിവെള്ള പദ്ധതികൾ മുഴുവൻ തന്നെ ആ പ്രദേശത്തെ ഗുണഭോക്താക്കളെ സംഘടിപ്പിച്ച് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ മെയിൻ്റനൻസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ നടത്തണമെന്നുള്ളത് അവരെ ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ടാണ് അവരാണ് നടത്തി പോകുന്നത്. അതുകൊണ്ടാണത് എല്ലാം തന്നെ നല്ല ക്ലീനായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ 2 പ്രദേശത്താണ്. ഒന്ന് ഭാരതപ്പുഴ പഞ്ചായത്തിൻ്റെ വടക്കേ അറ്റത്ത് കിടക്കുന്നതാണ്. ആ ഭാരതപ്പുഴയിലാണ് ഒരു കുടിവെള്ള പദ്ധതി ഉള്ളത്. ഒന്ന് തെക്കേ ഭാഗത്ത് ഒരു കുഴൽക്കിണർ കുഴിച്ച് അവിടെ നിന്നുള്ള 2 പദ്ധതിയാണ്. ഈ 2 പദ്ധതിയിലും SC കോളനികളിൽ മാത്രമാണ് നമ്മൾ പൊതു ടാപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കി എല്ലാ പ്രദേശങ്ങളിലും ഹൗസ് കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി സമഗ്ര കുടിവെള്ള പദ്ധതിയാക്കി മാറ്റാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ നെൽകൃഷി പാടങ്ങളും ഒക്കെ ഐശ്വര്യമുള്ള പാടങ്ങളൊക്കെ കണ്ടു.